നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ക്രോക്രോസ് പാർട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ അജിത് ഗോവൽ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ക്രോക്രോസ് പാർട്ടിയിലും ഇവിടുന്ന് കുറേ എണ്ണം നായപ്രേമികളും കുറേ പ്രേമികളെല്ലാം കൂടെ ക്രോക്രോസ് പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഡൽഹിക്ക്. ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് പോയതെന്നാണ് എനിക്ക് മനസ്സിലായത്. സാധാരണക്കാരെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അജിത് ഗോവൽ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേരളത്തിലെ ഈ പോയിട്ടുള്ള എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതായത് പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഭാഗമായിട്ട് അവിടെ പോയി രേഖകൾ കളക്ട് ചെയ്ത ഒരാളെന്നൊക്കെ ആയിട്ട് ഒരുപാട് കഥകൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു 10% നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ 10%, 100% അവർ പറയുന്ന എല്ലാം ശരിയാണെന്നോ എല്ലാം ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട. അതിലൊരു 10% അല്ലെങ്കിൽ ഒരു 5% നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ CJP പാർട്ടിയിൽ എത്ര എണ്ണമെങ്കിലും ഈ പറയുന്ന ഇന്റലിജൻസ് ബ്യൂറോയിലെ ആൾക്കാരുണ്ടാവുമെന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതായിരുന്നു. അങ്ങനൊന്നും ചിന്തിക്കാതെയാണ് നിങ്ങൾ അവിടെ പോയി കിടന്ന് ഈ ബഹളം വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ MA ബേബിയും ജോൺ ബ്രിട്ടാസും ഒക്കെ പറയുന്ന ഇവിടുത്തെ ഈ PSC നിയമനങ്ങളെക്കുറിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കിടന്ന് ബഹളം വെക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് അതിനകത്തൊന്നും, കാരണം അതിനേക്കാളും വലിയ അഴിമതിയാണ് ഇവിടെ PSCയിൽ ഇവരൊക്കെ കാണിച്ചു കൂട്ടിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യവും ഒരു അക്ഷരം പോലും ഇതുവരെ ഈ A റഹീമോ ഒക്കെ അവിടെ ചെന്നിട്ട് യുവർ കാൽ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ പുള്ളിക്ക് മാറി എന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നത് കേട്ടാൽ പോരെ, വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് അവിടെ പോകുന്നത്. എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയത്തില്ലെങ്കിൽ പുള്ളിക്ക് മാറി എന്ന് ജോൺ ബ്രിട്ടാസിന് നന്നായിട്ട് അറിയാം. അയാൾ പറയുന്നത് എന്താണെന്ന് കേട്ട് ജിഹാ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഒന്നും പറയാതെ അവിടെ പോയി എന്തിനാ ബഹളം വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ അതൊന്നും അല്ല ഞാൻ പറയാമെന്ന് വെച്ചാൽ CJP പാർട്ടിയിൽ തന്നെ നമ്മൾ വിചാരിക്കണം, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എത്രയോ പേര് അതിനകത്ത് തന്നെ ഈ IBയിനകത്ത്, അതായത് ഇന്റലിജൻസ് ബ്യൂറോയ്ക്കകത്ത് അല്ലെങ്കിൽ രഹസ്യ അന്വേഷണ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പേര് അതിനകത്ത് കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. അതായത് ഒരു 100 പേര് കൂടിയാൽ ഒരു 5 പേരെങ്കിലും അതിനകത്ത് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് അതൊന്നും ഉണ്ടാവും. കാരണം ഇത് ഒരു അംഗീകൃത പാർട്ടിയൊന്നുമല്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു പാർട്ടിയാണെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. 25 കോടിയിലധികം ആൾക്കാർ അതിനകത്ത് വന്നു എന്നൊക്കെ കണ്ടപ്പം എടുത്ത് ചാടി പാവം പിടിച്ചവനെ ഒരു ജോലിയും കളഞ്ഞിട്ട് അവിടെ നിന്ന് വന്നതാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോനം വാങ്ചു കിടന്ന് 18, 20, 21 ദിവസം കണ്ട് പുള്ളി നിരാഹാരം കിടന്നു. പക്ഷേങ്കിൽ ഒരു ദിവസം പോലും കിടക്കാൻ വയ്യാത്ത ഈ പറഞ്ഞ അഭിജിത്ത് ദീപ്കയ്ക്ക് അത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സമരമാണിതെന്നാണ് എനിക്ക്, അല്ലെങ്കിൽ ഈ കിടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരൻ മിനിഞ്ഞാന്ന് 19-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമരം, ഈ നിരാഹാര സമരം തുടങ്ങിയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ എന്തിനാണാവോ ഇങ്ങനെ ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഇന്റലിജൻസ് ബ്യൂറോയിലെ ആൾക്കാരുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്നത് അത്ര നിഷ്കളങ്കമായ ഒരു പാർട്ടിയാണെന്നോ നിഷ്കളങ്കമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇവർ ഈ സമരം ചെയ്യുന്നതെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ആ ആൾക്കാർ